ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു അപ്പമാണ്. ഈവനിങ് സ്നാക്ക്, അതായത് ചായക്കെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പമാണ്. അതിനു വേണ്ടി ഒരു 5-6 കഷ്ണം ഉരുളക്കിഴങ്ങ് എടുത്ത് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുങ്ങനെ ചെറുങ്ങനെ അരിയണം കേട്ടോ. നമ്മളിതിവിടെ ചെറുങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഉള്ളിയും ചെറുങ്ങനെ അരിഞ്ഞിട്ടായിട്ട് ഒരു പാത്രത്തിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി നന്നായി വാട്ടിയെടുക്കാം. അരിഞ്ഞ വെച്ച ഉള്ളിയെല്ലാം പാനിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ വാട്ടിയെടുക്കുക. 2-3 പച്ചമുളകും ഇട്ടോട്ടോ. ഇട്ടതിന് ശേഷം നല്ലപോലെ വാട്ടിയെടുത്തതിന് ശേഷം പൂങ്ങിയ ചിക്കൻ എന്താക്കാന്ന് വെച്ചാൽ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 2 കഷ്ണം ചിക്കൻ മതി. അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ വാടിയ ഉള്ളിയിലേക്ക് ഇച്ചിരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടായിട്ട് നല്ലപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നേരത്തെ അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. എന്ന് വെച്ചെങ്കിൽ അത് വെള്ളം ഒഴിക്കുന്ന ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാനും വേണ്ടിയിട്ട് അങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തത് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ കപ്പ് മൈദ, അതുപോലെ തന്നെ ഒരു മുട്ടയും ഇച്ചിരി വെള്ളവും ഉപ്പ് ഇട്ടിട്ട് നല്ല പാങ്ങിൽ ജാറിൽ നല്ലപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എണ്ണയൊന്നും വേണ്ടതിന് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അങ്ങനെ നമ്മളത് മിക്സ്ഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആക്കി വെച്ച ഉരുളക്കിഴങ്ങ് ബന്ധിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചീകി വെച്ച ചിക്കൻ ഇട്ടിട്ടായിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. എല്ലാവർക്കും കുഞ്ഞുമൊക്കെ വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ ഇത്. അങ്ങനെ ദോശ ഉണ്ടാക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ ദോശ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ദോശ ഉണ്ടാക്കിയതിന് ശേഷം ഫില്ല് നിറച്ചെടുത്തതിന് ശേഷം എന്താക്കാന്ന് വെച്ചെങ്കിൽ 2 ഭാഗം ഇങ്ങനെ മറിച്ചിടുക. അതായത് 2 ഭാഗം ഇങ്ങനെ കവർ ചെയ്യുക. അങ്ങനെ 4 ഭാഗം ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം അതിനെന്താക്കാന്ന് വെച്ചെങ്കിൽ തിരിച്ചിട്ടതിന് ശേഷം കുറച്ചായതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റോള് രൂപത്തിലും ആക്കിയിട്ടുണ്ട് കേട്ടോ. 2 തരം ആക്കിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം വൈകുന്നേരം. അപ്പോൾ നമ്മൾ ചായയും ഇവിടെ റെഡി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്